നിങ്ങൾ എറണാകുളത്തുകാർ വളരെ ശ്രദ്ധിക്കണം. പെരുമ്പാവൂര്, നിങ്ങളുടെ ഈ പ്രദേശങ്ങൾ, ബംഗാളികൾ നമ്മുടെ സഹോദരങ്ങൾ, രാജസ്ഥാനികൾ ധാരാളം ഉണ്ട് നമ്മുടെ സഹോദരങ്ങൾ. പക്ഷെ ബംഗ്ലാദേശികൾ എത്രയുണ്ട്? ഒരു കണക്കും കേരള സർക്കാരിന്റെ കയ്യിലില്ല. ഞാനൊരു ശുദ്ധ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണ്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് 7 മണിക്ക് ഗ്രാമത്തിലൂടെ പോകുമ്പോൾ അപരിചിതരായിട്ടുള്ള എത്രയോ ആളുകൾ, ഒരു പരിചയമില്ലാത്ത ആളുകൾ, നമ്മൾ സംസാരിക്കുന്ന ഭാഷ പോലുമല്ല, ഹിന്ദിയാണ്, പല ടൈപ്പ് ഹിന്ദി. 4-5 ലക്ഷം ആളുകൾ ഈ പ്രദേശത്ത് മാത്രമുണ്ട്. പ്ലൈവുഡ് കമ്പനിയിലാണ് പണി. അവിടെയാണ് നമ്മുടെ രാജ്യത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോയ ബംഗ്ലാദേശ്. ഇന്ന് ഭീകരന്മാരുടെ ഫാക്ടറിയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും. ഭീകരന്മാരെ ഉത്പാദിപ്പിക്കുക, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തുക. നോട്ട് നിരോധനം നടത്തിയപ്പോൾ കള്ളനോട്ടടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അവർ മയക്കുമരുന്നിൽ ശ്രദ്ധിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ പ്രധാന നിർമ്മാണം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരവാദികളുടെ നിർമ്മാണം കറുപ്പാണ്, മയക്കുമരുന്നാണ്. കാരണം ഈ നോട്ട് 500-ന്റെ 1000-ന്റെ നോട്ടി പഠിക്കാനാകുന്നില്ല. ശക്തമായി ഭാരതം UPI ട്രാൻസാക്ഷനായി, എല്ലാവരുടെയും കയ്യിൽ ഗൂഗിൾ പേ ആയി, എല്ലാവരും മീൻ കച്ചവടക്കാരനും ഓട്ടോറിക്ഷക്കാരനും എല്ലാവരും QR കോഡ് എവിടെ എന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ എത്തി. അപ്പോൾ 500-ന്റെ നോട്ട് ഒരു വർഷം കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞ് 500-ന്റെ നോട്ട് ഉണ്ടാവില്ല. ഏറ്റവും വലിയ നോട്ട് 200 ആയിരിക്കും. കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പഠിക്കണം. പണം സങ്കല്പമാവും. 500 രൂപ ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 500 രൂപ കടലാസിൽ എഴുതിയത് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുക. 500 രൂപയുടെ ഒരു കടലാസ് എടുത്തിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുക. അതിൽ 500 എന്ന് ഗാന്ധിയുടെ തലയുണ്ടാവും, 500 എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിന് പകരം ഞാനൊരു നമ്പർ മൊബൈലിൽ നിന്ന് ആ നമ്പറിലേക്ക് അയച്ചു കൊടുത്ത കുഴപ്പമൊന്നുമില്ലല്ലോ. 500-ന്റെ കാര്യം നടന്ന പോരെ. നിങ്ങൾ 450 രൂപയുടെ സാധനം വാങ്ങി കടയിൽ ഇപ്പൊ കൊടുക്കുന്നത് 500 രൂപയുടെ നോട്ടാണോ? അല്ല. അവന്റെ QR കോഡ് നേരെ മൊബൈൽ കാണിച്ചിട്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് 450 എന്ന 450 എന്നൊരു അക്ക അങ്ങോട്ട് അയക്കും. അപ്പൊ നമ്മുടെ ബാങ്കിൽ നിന്ന് ഈ അക്ക അങ്ങോട്ട് കട്ടാവും. അക്കങ്ങൾ കൈമാറ്റം ചെയ്യുക, നോട്ടടിക്കണ്ട. കള്ളനോട്ടില്ല, കള്ളപ്പണവുമില്ല. ഞങ്ങളിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു 6 വരി പാതയിലൂടെയായിരുന്നു. മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്ന് കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മനോഹരമായ റോഡ്. 6 വരി പാതയും 2 സർവീസ് ലൈനും അടക്കം 8 വരി പാത. 1 കിലോമീറ്റർ നിർമ്മിക്കുവാൻ 100 കോടി ചെലവ്. 660 കിലോമീറ്റർ കേരളത്തിലൂടെ കടന്നു പോകും. ഇത് നിർമ്മിക്കാൻ 66,000 കോടിയാണ് കേരളത്തിൽ വേണ്ടത്. സ്ഥലമേറ്റെടുപ്പിന് 22,000 കോടി. അതിന്റെ 25% മാത്രമേ സംസ്ഥാന സർക്കാരിന്റെ പങ്കുള്ളൂ. സ്ഥലമേറ്റെടുപ്പിന്റെ 25% എന്ന് വെച്ചാൽ 5,500 കോടിയോളം. ബാക്കി ദേശീയ നമ്മുടെ കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്ന ഈ റോഡ്. ഭൗതിക പുരോഗതിയിൽ ഭാരതം അങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വടകര റെയിൽവേ സ്റ്റേഷൻ കണ്ടാൽ എയർപോർട്ടിനെ വെല്ലുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു രാജ്യം അതിന്റെ സത്വബോധത്തെ വീണ്ടെടുത്തു. ആര്? ഹിന്ദുക്കൾ. 45 കോടി ആളുകൾ കുംഭമേളക്ക് പങ്കെടുക്കുന്ന പറഞ്ഞത്. പക്ഷെ എത്ര ആളാ വന്ന് മുങ്ങിയത്? 66 കോടി ആളുകൾ. പ്രതീക്ഷിച്ചതിലും 21 കോടി ആളുകൾ. യൂറോപ്പിന്റെ ജനസംഖ്യയേക്കാൾ ഒരിരട്ടിയായിരുന്നു അത്. യൂറോപ്പിന്റെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ഒരു നദിയിൽ വന്ന് മുങ്ങി. പ്രയാഗ്രാജിൽ ഗംഗാ, സരസ്വതി, യമുന നദികൾ സംഗമിക്കുന്ന ഭൂമിയിൽ വന്ന് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രം അതിന്റെ സത്വബോധത്തെ വീണ്ടെടുക്കുന്നു. ഒരൊറ്റ മനോരമക്കാരും മാതൃഭൂമിക്കാരും ദിഗംബന്മാരുടെ ഫോട്ടോ കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടായോ? ഇല്ലെങ്കിൽ അവർ കുംഭമേളയിൽ കാണിക്കാൻ എന്താ ഉടുതുണിയില്ലാത്ത കുറെ സന്യാസിമാരുടെ ഫോട്ടോ? അവർക്ക് വേണ്ടി അവർ നടന്ന സമ്മേളനമാണത്. അവർക്ക് വേണ്ടി ഹിമാലയത്തിന്റെ സാനുക്കളിലെ ഗുഹയ്ക്കുള്ളിൽ എവിടെയോ കഴിയുന്ന ഈ ദിഗംബരന്മാരും നാഗസന്യാസിമാരും 12 കൊല്ലത്തിൽ ഒരിക്കൽ വന്നിട്ട് മുങ്ങിപ്പോകുന്ന സ്ഥലം. ഭാരതത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റി ക്രൈം ഇവരെ കുറിച്ചില്ല. വസ്ത്രം ഇടാത്തവരാണോ വസ്ത്രം ഇടുന്നവരാണോ ലോകത്ത് പൊട്ടിത്തെറിക്കുന്നത്? വസ്ത്രം ഇടാത്തവരാണോ വസ്ത്രം ഇടുന്നവരെ കണ്ടാണോ ലോകത്തിൽ ഉപദ്രവമുള്ളത്? ചിന്തിക്കണം ഹിന്ദുക്കൾ. 66 കോടി ആളുകൾ ലോകത്തിലെ പല രാജ്യങ്ങളുടെയും തലവന്മാരടക്കം വന്നു മുങ്ങിപ്പോയി. കുംഭമേള നടന്നപ്പോൾ ഈ രാജ്യത്തിന്റെ സത്വബോധത്തെ ഹിന്ദുക്കൾ വീണ്ടെടുത്തു. ആ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ദശാവതാര ചാർത്ത് നടക്കുന്ന ഈ പുണ്യമായ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യഥാ യഥാ ഹിധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഗീതയിൽ എപ്പോഴെപ്പോഴെല്ലാം ധർമ്മത്തിന് താഴ്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം പരിത്രാണായ സാധൂനാം നല്ല ജനങ്ങളുടെ രക്ഷയ്ക്കും
വിനാശായ ചതുഷ്കൃതാം, ദുഷ്ടജനങ്ങളുടെ നാശത്തിനും ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തിന്റെ സംരക്ഷണത്തിനും സംഭവാമി യുഗേ യുഗേ, യുഗയുഗങ്ങളായിട്ട് ഞാൻ അവതരിക്കും. ത്രേതായാം മന്ത്രശക്തിശ്ച ജ്ഞാനശക്തി കൃതേ യുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി കലോയുഗേ. ഇത് കലിയുഗമാണ്. 5126 വർഷമാണ്. കലിയുഗത്തിൽ കൽക്കി വരും എന്നിങ്ങനെ കാത്തിരിക്കരുത്. 4,24,000 വർഷമാണ് കലിയുഗം. ഇതിലെവിടെയെങ്കിലും കൽക്കി വരുമായിരിക്കാം. പക്ഷെ കലിയുഗത്തിൽ ധർമ്മത്തെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? സംഘടനാ ശക്തി കൊണ്ടാണ്. ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ സംഘടനാ ശക്തി കൊണ്ടാണ് ഈ ഗ്രാമത്തിലെ ധർമ്മത്തെയും ഹൈന്ദവ ജനതയെയും സംരക്ഷിക്കുക. മഹാവിഷ്ണു അവതാര രൂപത്തിൽ ഇവിടെ വിരാജിക്കുമ്പോൾ ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമവും ഷഡേദേ പ്രവർത്തന്തേ ദൈവം തത്ര പ്രകാശയേ. ശബരിമല തകർക്കാൻ വേണ്ടി രഹന ഫാത്തിമയൊക്കെ ചെന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ വലിയ ബുദ്ധിജീവി നമ്മളോട് ചോദിച്ചു, നിങ്ങളുടെ അയ്യപ്പന്റെ കയ്യിൽ പുലിയില്ലേ? പുലിയെ വിട്ടൂടെ? പുലി രഹന ഫാത്തിമയെ പിടിക്കില്ലേ? അയ്യപ്പന്റെ കയ്യിൽ പുലി ഉണ്ട്. പക്ഷെ അയ്യപ്പന്റെ പുലിയല്ല രഹന ഫാത്തിമയെ പിടിക്കേണ്ടത്. ആര് പിടിക്കണം? അയ്യപ്പന്റെ ഭക്തന്മാരായ നമ്മളാണ് രഹന ഫാത്തിമയെ തടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം അവിടെ ദേവപ്രശ്നം വെച്ചു 6-7 തീയതികളിൽ. നമ്മുടെ വിജി തമ്പി സാർ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 50 സെന്റ് ഭൂമി എരുമേലി പള്ളിയോട് ചേർന്ന് വന്നിട്ടുണ്ട്. യഥാർത്ഥ വാവര് സ്വാമിയുടെ വിഗ്രഹം അവിടെ വരാൻ പോവുകയാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. നമ്മളിന്ന് ഡ്യൂപ്ലിക്കേറ്റ് വാവരനെയാണ് കാണാൻ പോകുന്നത്. യഥാർത്ഥ വാപ്പുരൻ, ശിവഭൂതമായ വാപ്പുര സ്വാമിയുടെ യഥാർത്ഥ ക്ഷേത്രം അവിടെ വരികയാണ്. കാരണം ഇസ്ലാം ഭൂമിയിൽ ഉണ്ടായിട്ടായിട്ട് നമ്മൾ ഇസ്ലാമിനൊന്നും എതിരല്ല. 1400 കൊല്ലം ആയിട്ടുള്ളൂ. ഭാരതത്തിൽ ഇസ്ലാം വന്നിട്ട് 1000 വർഷമേ ആയിട്ടുള്ളൂ. അയ്യപ്പൻ ഉണ്ടായിട്ട് 1000 കൊല്ലം ആയിട്ടുള്ളൂ. ആലോചിച്ച് നോക്കൂ. തെറ്റായ വികലമായ സങ്കല്പത്തിൽ കുരുമുളകും പടവും നാളികേരവും കൊടുത്തിട്ട് അവർ പറയുന്നു വിഗ്രഹാരാധന പാവാൻ. പറ്റുമെങ്കിൽ എരുമേലി ചെല്ലുമ്പോ അവിടെ പള്ളിയുടെ അവിടെ സ്ഫടികത്തിൽ ഗോൾഡൻ ലിപിയിൽ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല. ഇതും വായിച്ചിട്ടാണ് കുരുമുളക് കുത്തി അവിടെ നടക്കുന്നത് ഹിന്ദു. ആലോചിച്ച് നോക്കൂ. അയ്യപ്പൻ ദൈവമല്ല എന്ന് എഴുതി വെച്ചിട്ടും ഹിന്ദുവിന് മനസ്സിലാകുന്നില്ല കാര്യങ്ങൾ. അവിടെ ഒത്തിരി മാറ്റങ്ങൾ ഇനിയും സമാജത്തിൽ വരേണ്ടതുണ്ട്. ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമായ ഒരു സമാജമാണിത്. അതുകൊണ്ട് ഈ ഒരു മഹത്തായ സന്നിധിയിൽ അല്പസമയം നമ്മൾ ഒന്നിച്ചിരുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ ധർമ്മം, വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞ ധർമ്മം, നക്ഷത്രങ്ങളിൽ ജീവനുണ്ടോ എന്നറിയാകാഞ്ഞിട്ടും നക്ഷത്രങ്ങളിൽ വസിക്കുന്നവരെ നിങ്ങൾക്ക് പോലും ശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രപഞ്ചത്തിനും അതീതമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയ ധർമ്മം, ലോകത്തെ ഒരു പക്ഷിക്കൂടിനോട് ഉപമിച്ച ധർമ്മം, മനുഷ്യനെ കാഫറെന്നും പാപികളെന്നും വിളിക്കാതെ കൃണുന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര എന്ന് വിളിച്ച ധർമ്മം, ആ ചിരപുരാതനവും നിത്യനൂതനവുമായ ആ ധർമ്മത്തിലെ 2025 അവകാശികളാണ് നിങ്ങളും ഞാനും. കരിന്തിരി കത്താതെ ഈ ക്ഷേത്രം കാടുപിടിച്ച് മുടിഞ്ഞപ്പോൾ ഒരു പറ്റം ആളുകൾ കയറി ചെന്നുകൊണ്ട് ആ ക്ഷേത്രത്തെ പുനർനിർമ്മിച്ച് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചുവെങ്കിൽ കരിന്തിരി കത്താതെ ഒട്ടും ഒളിമങ്ങാതെ അടുത്ത തലമുറയുടെ കയ്യിലേക്ക് ഈ ദീപശിഖയെ മാറ്റിവെച്ചു കൊടുക്കുവാൻ കാലമേൽപ്പിച്ച നിയോഗം എന്നിലും നിങ്ങളിലുമാണ്. ആ നിയോഗത്തെ ചെയ്യുവാൻ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.